ജോൺ എവിടെയാ സാർ? ചേട്ടാ ഡിവൈസ് ഫിക്സ് ചെയ്തേ. ഓക്കെ, ഐ എം കാർത്തിക്. വാട്ട് യു ഹാവ് ഡൺ ഈസ് എ വെരി ബ്രേവ് തിങ്. സാർ ഫോൺ വന്നാൽ എന്താ പറയേണ്ടത്? മോസ്റ്റ്ലി നിങ്ങളുടെ മകൾക്ക് ക്ലോറോഫോം കൊടുത്തിട്ടായിരിക്കും മയക്കിയിട്ടുണ്ടാവുക. കോൺഷ്യസ് ആവാൻ എങ്ങനെയും 2 മണിക്കൂറെങ്കിലും എടുക്കും. അതുവരെ അവർ ഫോൺ ചെയ്തുകൊണ്ടിരിക്കും. സംസാരിക്കണം, മകളോട് സംസാരിക്കണമെന്ന് പറയണം, എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം. റാൻസം ചോദിക്കും. 10 lakhs 20 lakhs. ഇപ്പം പറ്റില്ല എന്ന് പറഞ്ഞോളൂ. ഒരു 2 days സമയം ചോദിക്കൂ, അല്ലെങ്കിൽ മകളോട് സംസാരിച്ചാലേ തരുമെന്ന് പറയൂ. നിങ്ങൾ സംസാരിക്കണം. നിങ്ങൾ സംസാരിച്ചാലേ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റൂ. സത്യം വരുന്നുണ്ട്. മനസ്സിലായോ? ധാരാളം സംസാരിക്കണം. ഓക്കെ. വൈഫ് എവിടെ? സിസ്റ്ററിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ചേട്ടാ സെൽഫോൺ എല്ലാം ഓഫ് ചെയ്തോളൂ. സെൽഫോൺ ഓഫ്. റെഡിയാണല്ലോ? ഹലോ ഹലോ. സാർ, ഹലോ. തന്റെ മോള് നല്ല ഉറക്കത്തിലാ. താൻ ഉടൻ തന്നെ. ഇതുവരെ ഉണർന്നില്ലേ? എന്റെ മോക്ക് എന്താ പറ്റിയേ? തന്റെ മോക്കൊന്നും സംഭവിച്ചിട്ടില്ല. നാളെ രാവിലെ എനിക്ക് എന്റെ മോളോട് സംസാരിക്കണോ? അല്ല, പറ്റില്ല. എന്താ എന്താ പറഞ്ഞേ? ബോസേ, അവിടെ ബെല്ലടിക്കുന്ന ആരുടെ ഫോണാ? അത് എന്റെ വൈഫിന്റെ ഫോണാ. വൈഫിന്റെ കൊടുക്ക. വൈഫ് അനീറ്റയുടെ വീട്ടിൽ പോയതാ. അനിയത്തിയുടെ വീട് എവിടാ? ഇവിടെ അടുത്ത് തന്നെയാ. ഒന്ന് വയ്ക്കേ. എടാ ജോണ്ടി, എന്തോ ഒരു പെശകുണ്ടല്ലോ. ദേ, എന്താ ചെയ്യണ്ടേ? ഹലോ ഹലോ. കട്ട് ചെയ്തല്ലോ സാറേ. സാർ എന്നോട് ക്ഷമിക്കണം. സോറി സാർ, സോറി. പ്ലേ ചെയ്തേ. എന്റെ മോൾക്ക് എന്താ പറ്റിയേ? തന്റെ മോക്കൊന്നും സംഭവിച്ചില്ല. നാളെ രാവിലെ 6 മണിക്ക്. എനിക്ക് എന്റെ മോളോട് സംസാരിക്കണം. അല്ല, പറ്റില്ല. സാർ എന്നോട് രണ്ടാമത് സംസാരിച്ച അതേ ശബ്ദം, എന്നോട് 10 ലക്ഷം ചോദിച്ച അതേ വോയിസ്. Sir Karthik, we just identified the voice, sir. Yes, sir. Same gang. ഇനിയും റാൻസം ചോദിച്ചിട്ടില്ല സാർ. ഞാൻ വിളിക്കാം സാർ. ഓക്കെ, താങ്ക് യു സാർ. സത്യ, അങ്ങനെ വിളിച്ചോണ്ട് പോയിക്കോളൂ. സാർ, യെസ്. ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് സാർ. വാട്ട്? ഹലോ. അയ്യോ അയ്യോ, അച്ഛന്റെ പൊന്നുമോളെ, എന്റെ മോളെ. ഹലോ, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. ഞാൻ അറിയാതെ പോലീസിന്റെ അടുത്ത് പറഞ്ഞു പോയതാണ്. പ്ലീസ് പ്ലീസ് സാർ, ഞാൻ പോലീസിന്റെ അടുത്ത് പറഞ്ഞ തെറ്റാണ് സാർ. പ്ലീസ് സാർ, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത് സാർ. സ്പീക്കറിലൂടെ സ്പീക്കറിലിടാൻ പറയുന്നു സർ. ഇതെങ്ങനെയാ സാർ ഇടുന്നത്? സ്പീക്കറിലിട്ടോ? ഇട്ട് സാർ. പോലീസ് പിള്ളേരെ,
നീക്ക് എന്താ വലിയ പുള്ളികളാ? നിന്നെ കൊണ്ടൊന്നും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. നാളെ രാവിലെ 10 ലക്ഷം രൂപ എടുത്ത് കളമശ്ശേരിക്ക് അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ വരണം. താൻ കൂടെ പോലീസുകാരെയും കൂട്ടിക്കൊണ്ടുവന്ന മോളെയും കിട്ടുകയല്ല, താനും കാണുകയല്ല. യു ഗോട്ട് ഇറ്റ്? ലോകമാണ് സാർ. ലോകം എവിടെയാടാ? ഹലോ ലോകു എന്താ എടാ എന്താ എന്ത് പറ്റി? വെള്ള ട്രൗസർ ഇടേണ്ടി വരുവടാ. നമ്പർ അടിച്ച ട്രൗസർ ഇടേണ്ടി വരുവടാ. എടാ എന്താ കാര്യം പറഞ്ഞു തൊലക്കടാ. എടാ എന്റെ ഷെഡിൽ പോലീസ് റെയ്ഡ് ചെയ്യുന്നടാ. തോക്കൊക്കെ ഉണ്ടടാ അവന്മാരുടെ കയ്യില്. അയ്യോ എനിക്ക് വയ്യ. നീ എന്താടാ പറയുന്നേ? തെളിയിച്ച് പറ. നീ ഒന്നും മിണ്ടാതിരി. 13 പെമ്പിള്ളാരെയാ പൊക്കിയത്. ഒരു പെണ്ണിന് 1 വർഷം വെച്ച് നോക്കിയാൽ 13 വർഷം ഞാൻ അകത്ത് കിടക്കണം. അതിൽ 8 എണ്ണം റേപ്പ്. എടാ അവസാന നിമിഷം കമ്പി അഴി എണ്ണി ചാകേണ്ടി വരുമല്ലോടാ. അയ്യോ ദയാ ഇപ്പൊ എന്താ ചെയ്യണ്ടേ? എടാ അവനെന്താ നഷ്ടപ്പെടാനാ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അവൻ ബീഹാറിന് പോവുകയല്ലേ. അവനവിടെ ആളുണ്ട്. നമ്മൾ രണ്ടുപേരും ഇവിടെ കിടന്ന് ചാകുന്നേ. അയ്യോ കൊല്ല എന്നെ കൊല്ല എന്താ എന്നെ കൊല്ലാനാ പറഞ്ഞേ. ഇവിടെ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടുന്നല്ലോ പറഞ്ഞേ. വെടിവെക്ക്. എടാ വിടറാ. നിന്നെ ഞാൻ എന്തിനാ വെടിവെക്കുന്നേ? എന്റെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞേ. എന്താ പ്രശ്നം? ഇത് എടുക്കടാ. ഇപ്പൊ എന്താ പ്രശ്നം? പോലീസ് അത് ഈ തോക്കോ? തോക്കെടുക്കടാ. ഇപ്പൊ പ്രശ്നം തീർന്നോ? നമ്മുടെ ജോലിക്ക് എല്ലാം പ്രശ്നങ്ങളാ. പേടിച്ച എല്ലാം തീരോ? ചിന്തിക്ക്, നന്നായി ചിന്തിക്ക്. ഇല്ലേ മിണ്ടാതിരുന്നോണം, ഞാൻ ചിന്തിച്ചോളാം. ഹലോ, ആ പറയേ. ഏത് ഹോസ്പിറ്റൽ? നീ ഇപ്പം എവിടെയാ? അവിടെ നിൽക്ക്, ഞാൻ വരാം.